മടവൂരാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് ധൈര്യമായി പറഞ്ഞോളിനെന്നൊരു പാട്ടിൽ പറഞ്ഞാൽ ആ പാട്ടിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് ഇവിടെ ആർക്കാണ് പറയാൻ സാധിക്കുക? നമുക്കല്ലാതെ ഒരാൾക്കും പറയാൻ സാധിക്കൂല. കാരണം ഈ സമസ്തക്കാര് അവരേത് ഗ്രൂപ്പുകളാണെങ്കിലും അവരൊക്കെയും ഈ സമൂഹത്തെ നാളിതുവരെ പഠിപ്പിച്ചതെന്താ? മഹാന്മാരോട് ചോദിക്കുന്ന ഏത് വിഷയവും അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എല്ലാ കഴിവും അള്ളാഹ് അവർക്കാണ് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹ് കാണും പോലെ കാണോ? കാണും. കേൾക്കോ? കേൾക്കും. എല്ലാം ചെയ്യും. എന്താ പ്രശ്നം? എന്തേ വ്യത്യാസമുള്ളൂ? അള്ളയും വരട്ടെ, എന്തേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിന്റെ കഴിവൊക്കെ സ്വന്തമായിട്ടുള്ളതാണ്, ഇവരുടെ കഴിവൊക്കെ അള്ളാഹ് കൊടുത്തതാണ്. അപ്പൊ അള്ളാഹ് കൊടുത്തതാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഇവര് നാളിതുവരെ പഠിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഈ പാട്ടുണ്ടാക്കിയ ചങ്ങാതിക്കും ചോദിക്കാലോ, മടവൂരാണ് പടച്ചോന്ന് ഞാൻ വിശ്വസിക്കണതിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കാരണം പടക്കുവാനുള്ള കഴിവ് അള്ളാഹു മടവൂരിനാണ് കൊടുത്താൽ എന്താ പിന്നെ പ്രശ്നം? മടവൂര് പടച്ചോനായിക്കൂടെ? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണ് എന്നാണ് ഇവർ പറയുന്നത്. ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം എന്നുള്ളതിന്റെ മലയാളം എന്താ നിങ്ങൾക്കറിയോ? ജഗന്നിയന്താവ്. ജഗം എന്ന് പറഞ്ഞ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നിയന്താവ്, അതാണ് ജഗന്നിയന്താവ്. ആരാ ജഗന്നിയന്താവ്? നമുക്ക് അല്ലാഹ്. ഇവർക്കോ മടവൂര്, മറ്റുള്ള ശൈഖന്മാര്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമായി പറയുന്നത്. ഇതറിയാതെ നമ്മളിങ്ങനെ ജീവിക്കാണ്. എന്തും പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക. രാമചന്ദ്രന്, ബാലചന്ദ്രന്, ജോസഫിനൊക്കെ ഇസ്ലാം പറഞ്ഞു കൊടുക്കുക. നമ്മള് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. അകത്ത് ഇവിടെ ശരിയായിട്ടില്ല. ഇവിടെ മടവൂരാണ് പടച്ചോ എന്ന് പറയുന്ന കൗമ് വളർന്നു വരികയാണ്. അതിനെ എതിർക്കാൻ ആർക്കും ഇവിടെ ധാർമ്മികമായി അവകാശമില്ല. എന്താ കാരണം? അവരൊക്കെ വിശ്വസിപ്പിച്ചത്, ജനങ്ങളെ പഠിപ്പിച്ചത് അള്ളാഹിന്റെ എല്ലാ കഴിവും ഇവർക്ക് കൊടുക്കാം. അപ്പൊ പടച്ചവനാണെന്നുള്ള പടക്കാനുള്ള കഴിവാണ് കൊടുത്താൽ പിന്നെ പടച്ചവനായി. അതിനെന്താ തകരാറ്? അപ്പൊ ഇവർക്കാർക്കും ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയൂല.